രണ്ട് പോസ്റ്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് സജി ചെറിയാൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞു, വർഗീയ ധ്രുവീകരണം കാണണം എങ്കിൽ മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊരു പോസ്റ്റ് നജീബ് കാന്തപുരത്തിൻ്റെതാണ്. അദ്ദേഹം ചോദിക്കുന്നത്, കേരളത്തെ അടുത്ത 5 കൊല്ലം കൂടി ഭരിച്ചു മുടിക്കാനുള്ള ദുരമൂത്തു നിങ്ങൾ നടത്തുന്ന നെറികെട്ട വിഭജന രാഷ്ട്രീയം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഭരിച്ചു മുടിക്കുക, പിന്നെ വിഭജന രാഷ്ട്രീയം, ഈ 2 കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ സജി ചെറിയാൻ പറഞ്ഞതിൽ വസ്തുതകളുണ്ട് എന്നുള്ളതാണ്. അതേപോലെ അവിടെ നമ്മൾ കേട്ടു, ഏതാണ്ട് ഒരു ജില്ലാ പഞ്ചായത്തിൽ 33 പേരും ഒരേ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. പിന്നെ ഈ ധ്രുവീകരണം എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ തെറ്റുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും അതോടൊപ്പം തന്നെ മലബാർ സ്റ്റേറ്റ് രൂപീകരിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹവും ആഹ്വാനവും ഒക്കെയായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. മലപ്പുറം ജില്ല വിഭജിച്ചാൽ മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല കൂടി വരും എന്നുള്ളതാണ്. മലബാർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് മുതൽ ഈ കാസർഗോഡ് വരെയും പിന്നെ കർണാടകയിലെ കുറേ ഭാഗങ്ങളും കൂടെ ചേർത്തുള്ള ഒരു സ്റ്റേറ്റ്, അത് എന്ന് പറയുന്ന ആരുടെ ഭൂരിപക്ഷത്തിലുള്ള സ്റ്റേറ്റ് ആണെന്നുള്ളതും ഏത് പേരിലുള്ള സ്റ്റേറ്റാണ് വരുന്നതെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കട്ടുമുടിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഇടതും വലതും ഒരുപോലെയാണ്. നമുക്കറിയാം, ഈ നജീബ് കാന്തപുരത്തിൻ്റെ തന്നെ ആള് ഇവിടെ PWD മിനിസ്റ്റർ ആയിരുന്നപ്പോൾ റോഡ് വികസനത്തിന് വന്ന 12 കോടി രൂപയിൽ 6 കോടി ഉടൻ തന്നെ അവരുടെ ഒരു പ്രസ്ഥാനത്തിന് നൽകിയ ചരിത്രം ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസും നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വസ്തുത. അപ്പോൾ ഈ നജീബ് കാന്തപുരമേ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? നിങ്ങളുടെ സ്വയം നിങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് വേണ്ടേ കാര്യങ്ങളൊക്കെ വിലയിരുത്താനും സംസാരിക്കാനുമൊക്കെ? നിങ്ങളൊക്കെ ഇത് വിളിച്ചു പറയുമ്പോൾ വളരെ പുച്ഛവും അവജ്ഞയുമാണ് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങളുടെ മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഒക്കെ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ, ആ വിശ്വാസങ്ങളെ സംരക്ഷിക്കൂ, അതിനുവേണ്ടി ഉള്ള എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ കടന്നു കയറാവുന്നിടത്തെല്ലാം കടന്നു കയറൂ. ഈ ദുരമൂത്ത രാഷ്ട്രീയവും വിഭജന രാഷ്ട്രീയവും വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്നത് തികച്ചും അപഹാസ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ.